നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നാളെ കുചേല ദിനം. കുചേലന് സൽഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം 2024 ഡിസംബർ മാസം 18-ാം തീയതി ബുധനാഴ്ചയാണ് കുചേല ദിനം. കുചേല കഥ ഇപ്രകാരം: ശ്രീകൃഷ്ണൻ്റെ സതീർത്ഥനായ സുദാമാവ് ദാരിദ്ര്യ ശമനത്തിനായി അവിൽപ്പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിൻ്റെ സ്മരണയ്ക്കാണ് കുചേല ദിനം ആചരിക്കുന്നത്. സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിനു ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ദാരിദ്ര്യഗൃഹത്തിലേക്കും പോയിരുന്നു. ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും പിന്തുടർന്നു. കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയുമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ അവശത അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, പല അവസരങ്ങളിലും ശ്രീകൃഷ്ണ ലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിലും ക്ഷമിക്കണം. അങ്ങയുടെ സതീർത്ഥനാണല്ലോ കൃഷ്ണൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായാപ്രകടനവുമൊക്കെ അങ്ങ് വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഒന്ന് പോയി കണ്ടൂടെ കൃഷ്ണനെ? അദ്ദേഹത്തെ കൂടി നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് കേൾപ്പിച്ച് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ? നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ്. ഞാൻ പോകില്ല. ഇതിനായിട്ട് മാത്രമല്ല, ഈ ഉള്ളവനെ തിരിച്ചറിയുമോ എന്നും സംശയമാണ്. നമ്മുടെ കാര്യം പോട്ടെ, കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങ് പോയി കാണൂ. നമ്മുടെ കൊടും ദാരിദ്ര്യത്തിൻ്റെ വിവരമെല്ലാം കൃഷ്ണനെ ധരിപ്പിക്കൂ. അത് പോകുന്നത് ശരിയാകുമോ? മറ്റൊരാളോട് നമ്മുടെ ജീവിത പരാജയം പറയുക ശരിയാകുമോ? അതിൽ തെറ്റൊന്നുമില്ല. മറ്റാരോടുമല്ലല്ലോ, തൻ്റെ സതീർത്ഥനോടല്ലേ. അവിടുന്ന് പോവുക തന്നെ വേണം. ഭാര്യയുടെ നിർബന്ധത്താൽ തൻ്റെ കഷ്ടതകൾക്ക് ഒരു അവസാനമുണ്ടാകുമെന്ന്, എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാകുമെന്നും കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി. ഭിക്ഷ യാചിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലും അടങ്ങിയ അവില് ഒരു തുണിക്കിഴിയായി കയ്യിൽ കരുതിയിരുന്നു. കൃഷ്ണൻ്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ കുചേലന്. കാണുമ്പോൾ തന്നെ എനിക്കെന്താ കൊണ്ടുവന്നേ എന്ന് തിരക്കും. ഇതല്ലാതെ മറ്റൊന്നും ഇല്ലാതാനും. ഏതായാലും കഴിയുന്നതും കൊടുക്കാതിരിക്കാമെന്ന് തന്നെ ചിന്തിച്ചാണ് അവിൽപ്പൊതി എടുത്തത്. ദ്വാരകയിലെത്തിയ കുചേലനെ കണ്ട് ദ്വാരകാ നിവാസികൾ കളിയാക്കി. ഹേ ദരിദ്രനാരായണ, നീ ഏത് ദേശക്കാരനാണ്? നിന്റെ വേഷഭൂഷാദികൾ ഞങ്ങൾക്ക് ലജ്ജ ജനിപ്പിക്കുന്നു. നീ എന്തിന് ദ്വാരകയിൽ വന്നു? പരിഹാസം കേട്ട് മുന്നോട്ട് നടന്നപ്പോൾ കൃഷ്ണൻ്റെ കൊട്ടാരം കണ്ടു. കുചേലൻ തിരിച്ചു പോകാനൊരുങ്ങുമ്പോഴാണ് കുചേലൻ വന്ന വിവരം അറിയുന്നത്. പെട്ടെന്ന് തന്നെ കൃഷ്ണൻ വഴിയിൽ പോയി കുചേലനെ ആദരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവിധ ആതിഥ്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു. കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവം വാങ്ങി ഒരു പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുനിഞ്ഞപ്പോൾ രുക്മിണി ദേവി തടഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടോളം സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും ഭക്ഷിച്ചാൽ സാക്ഷാൽ മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിലെത്തും. ഇതറിയാവുന്ന രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനെ തടയുകയായിരുന്നു. കുചേലന് കുശലവും വിശേഷങ്ങളും പറയുകയല്ലാതെ ഒരു സഹായവും ചോദിക്കാനും സാധിച്ചില്ല. വൈമനസ്യം കാരണം വന്നത് എന്തിനാണെന്നുള്ളത് മറന്നുപോയതിനാലും കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് വീടിനടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ കുടിൽ കാണുന്നില്ല. അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നു. അമ്പരന്ന് കൊട്ടാരം മുറ്റത്ത് തന്നെ നിന്ന കുചേലനെ ഭാര്യ കണ്ടു. അവർ ഓടിച്ചെന്ന് കുചേലനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലന് മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത്. സുഹൃത്ബന്ധത്തിൻ്റെ ആഴം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുചേല ദിനം ചെയ്യുന്നത്. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്.
കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽക്കിഴി സമർപ്പിച്ചാൽ കുചേലനു നൽകിയതുപോലെ തന്നെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. എല്ലാവരെയും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.